സോയാ ചങ്ക്സ് കൊണ്ടുള്ളൊരു കട്ട്ലറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ നല്ല രുചിയുള്ളൊരു കട്ട്ലറ്റാണ്. ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഗ്ലാസ് നിറയെ സോയാ ചങ്ക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ സോയാ ചങ്ക്സ് തിളച്ച വെള്ളത്തിലിട്ടിട്ട് നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. എന്നിട്ട് വേണം അത് ഉണ്ടാക്കാനായിട്ട്. ഒരു വലിയ ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിനെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഒരു സവാള, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില. പിന്നെ നമുക്ക് കുറച്ച് പൊടികൾ ആവശ്യമായിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, കട്ട്ലറ്റ് കോട്ട് ചെയ്യാനുള്ള ബ്രെഡ് ക്രംസ്, മുട്ട. ഇനി നമുക്ക് സോയാ ചങ്ക്സ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ഞാൻ കുറച്ച് വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് കഴിയുന്നുണ്ട്. നമുക്ക് സോയാ ചങ്ക്സ് ഇട്ട് കുറച്ച് നേരം ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. നമ്മൾ അടുപ്പ് വെച്ച് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. സോയാ ചങ്ക്സ് ഇപ്പോൾ ഇച്ചിരി കൂടിയെന്നോ കുറഞ്ഞെന്നോ ഒന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ 1 ഗ്ലാസ് സോയാ ചങ്ക്സ് ഇട്ടപ്പോൾ എനിക്കത് പോരം തോന്നി. അതുകൊണ്ട് ഞാനൊരു ഹാഫ് ഗ്ലാസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് ബോയിൽ ചെയ്യണം. അതിനകത്ത് ശകലം ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിപ്പം തിളയ്ക്കാനിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്ട്രെയിൻ ചെയ്തിട്ട് ഇച്ചിരി പച്ചവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. സ്ട്രെയിൻ ചെയ്തിട്ട് ഞാൻ പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. തണുത്ത് കഴിയുന്ന ഉടനെ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കണം. ഒരു 2 പ്രാവശ്യം പച്ചവെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് കഴുകിയെടുക്കണം. അപ്പോൾ ആ സോയ ചങ്ക്സിൻ്റെ ഒരു കുത്തൽ ചൊവയൊക്കെ മാറിക്കിട്ടും. ഇതിന് ചെറിയ ചൂടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് വാരിയെടുത്തിട്ട് വീണ്ടും കുറച്ചുകൂടെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിത് ഞെക്കി പിഴിയുന്നില്ല. അടുത്ത വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കാം. ഇത് വീണ്ടും ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് പിഴിഞ്ഞെടുക്കാം കൈ കൊണ്ട്. സാധാരണ നമ്മൾ സോയാ ചങ്ക്സ് കൊണ്ട് എന്തെങ്കിലും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ സോയാ ചങ്ക്സിൻ്റെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ കട്ട്ലറ്റിന് അത്തരം ടേസ്റ്റ് ഒന്നും കാണും. സോയാ ചങ്ക്സ് വെന്ത് വന്ന സമയം കൊണ്ട് ഞാൻ നമുക്ക് അരിയാനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചു. സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് നന്നായിട്ട് പൊടിച്ചു വെച്ചു. നമുക്കിനി ഈ സോയാ ചങ്ക്സ് നന്നായിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി നേരം അടിക്കരുത്. ഒറ്റ ഒരു പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ക്രഷ് ചെയ്തെടുക്കാം. ഈ പൾസ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതാ നോക്കിക്കേ, ഈ പരുവത്തിനായാൽ മതി. അപ്പോൾ ഈ സോയാ ചങ്ക്സ് നമ്മൾ വെള്ളത്തിൽ നിന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വെള്ളം നന്നായിട്ട് കളയണം, ഇല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. സോയാ ചങ്ക്സ് ഒക്കെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട്ലറ്റിനൊരു മസാല വേണ്ടേ? ആ മസാല നമുക്കിനി തയ്യാറാക്കാം. പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടായി. ഒരു 1.5 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇത് കാനോള ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇടുക. കാരണം ഇതൊന്നും ഒത്തിരി അങ്ങ് വഴന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വാടി അതിൻ്റെ നിറം ഒന്ന് മാറിയാൽ മാത്രം മതി. അതുകൊണ്ട് ഞാനിതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളകും ഇഞ്ചിയും സവാളയും. അതുപോലെ സവാള എളുപ്പം വാടി കിട്ടാനായിട്ട് അതിനൊരു ശകലം ഉപ്പിട്ട് കൊടുക്കും. സവാളയൊക്കെ ഒരുവിധം വാടി നിറമൊക്കെ മാറാൻ തുടങ്ങി. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് വെക്കാം. കറിവേപ്പില ഞാൻ മുഴുവൻ ഇടാത്തത് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ അതിനകത്ത് ഇങ്ങനെ കറിവേപ്പില മുഴുവനായി ഇടുന്ന ഒരു ഭംഗിയല്ലേ. അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടത്. എല്ലാം ആവശ്യത്തിന് വാടിയിട്ടുണ്ട്. ഇനി ഞാൻ തീ കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോകും. പൊടികൾ ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും തീ കുറച്ച് വെച്ചിട്ടേ ചേർക്കാം, അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കുമിച്ചൊരു 1/2 ടീസ്പൂൺ, അതേ അളവിൽ മല്ലിപ്പൊടി, ഇനി ഒരു 1/2 ടീസ്പൂണും കുറച്ചും കൂടെ, അതായത് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി കൂടുതൽ ചേർക്കുന്നത് നമ്മൾ സോയാ ചങ്ക്സ് അല്ലേ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒരു ആ രുചി ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഗരം മസാലപ്പൊടി ചേർക്കുന്നത്. ഇത് പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്നുണ്ട്, പൊടിയൊക്കെ പെട്ടെന്ന് വാടി കിട്ടും. ഇനി ഈ മസാല കൂട്ടിലോട്ട് നമ്മൾ മുമ്പ് ക്രഷ് ചെയ്ത് വെച്ച സോയാ ചങ്ക്സ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. സോയാ ചങ്ക്സ് നമുക്ക് ഇതിലോട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഇനി തീ കൂട്ടി വെച്ച് കൊടുക്കാം.
മസാലയൊക്കെ നന്നായിട്ട് ഇതിനകത്തൊന്ന് പിടിക്കണ്ടേ. സോയാ ചങ്ക്സ് ഒരു പ്ലെയിൻ ടേസ്റ്റുള്ള ഒരു സാധനമല്ലേ, അപ്പോൾ അതിനകത്ത് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി നമ്മൾ ഏറ്റവും അവസാനം ഇത് പൊട്ടറ്റോ ആയിട്ട് മിക്സ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി പെപ്പർ പൗഡർ അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ സവാള ഇട്ടപ്പോൾ ഒരു കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളൂ, ഇനി ഇത്തിരി ഉപ്പൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കട്ട്ലറ്റിൻ്റെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി നമുക്ക് മാവ് കഴിക്കാനുള്ള പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലേക്ക് നമുക്കിനി പൊടിച്ച് വെച്ച പൊട്ടറ്റോയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കണം. ഇപ്പോൾ ഈ ചൂടോടെ കുഴയ്ക്കരുത്, കൈ പൊള്ളും. പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ പൊട്ടറ്റോ എടുത്ത് ഞാൻ പുഴുങ്ങി പൊടിച്ച് വെച്ചത്. ഇപ്പം ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ മതിയോ എന്നൊക്കെ നോക്കണം. ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ എനിക്കിപ്പോൾ ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ പെപ്പർ പൗഡർ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ കട്ട്ലറ്റിൻ്റെ കൂട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കൈവിട്ട് നന്നായിട്ട് ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ പരത്തി ഒരു മുട്ട അടിച്ചതിലും മുക്കി ബ്രെഡ് ക്രംസിലും മുക്കിയിട്ടെടുക്കാം. വെജിറ്റേറിയൻസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മുട്ടയ്ക്ക് പകരം ഒരു 2 ടേബിൾ സ്പൂൺ മൈദ, കുറച്ച് ഒരു നുള്ളുപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊരു ബാറ്റർ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയാലും മതി. ഇതിന് നമ്മൾ മുട്ടയിലേക്ക് ഇട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ടെടുക്കണം. ഒരു കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ കട്ട്ലറ്റ് ഷേപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കയ്യെ പറ്റി പിടിക്കാതെ ഇരിക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ച് എണ്ണ കൈ പുരട്ടുവാണെങ്കിൽ കയ്യെ പറ്റി പിടിക്കാതിരിക്കും. എന്നിട്ട് നമ്മൾ കൂടുതൽ കട്ട്ലറ്റ് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ മുട്ടയും ബ്രെഡ് ക്രംസും ഒന്നും മുക്കാതെ വെക്കുന്നതാണ് നല്ലത്. ആ ബ്രെഡ് ക്രംസൊക്കെ പിന്നെ വെള്ളം പിടിച്ചങ്ങ് വല്ലാതായി പോകും. അതുകൊണ്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക, പിന്നെ ആവശ്യത്തിനനുസരിച്ച് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി വറക്കുക, അത്രേ ആകാവൂ. നമ്മുടെ കട്ട്ലറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാം. എണ്ണ ചൂടാക്കാം. ഏത് റിഫൈൻഡ് ഓയിലും ഉപയോഗിക്കാം. ഞാൻ കനോള ഓയിലാണ് ഉപയോഗിക്കുന്നത് ഫ്രൈ ചെയ്യാനായിട്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ കട്ട്ലറ്റ് ഇട്ട് വറുത്തെടുക്കാം. ഞാൻ ചെറിയ പാത്രമാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഓരോ കട്ട്ലറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ എടുത്ത സോയാ ചങ്ക്സിൽ നിന്ന് ഞാനൊരു 9 വലിയ കട്ട്ലറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇച്ചിരി ചെറുതാണെങ്കിൽ 10 എണ്ണം വരെ നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ കട്ട്ലറ്റ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കട്ട്ലറ്റ് ഇടാം. നമ്മൾ സോയാ ചങ്ക്സ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് വെജിറ്റേറിയൻസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കട്ട്ലറ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നെ കമൻറ്റ്സ് അറിയിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത ആഴ്ച മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.